കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി താലൂക്ക് സമ്മേളനം 28-ന് കരുനാഗപ്പള്ളി ധീവരസഭ ഹാളിൽ നടക്കും. CR മഹേഷ് MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ താലൂക്ക് സമ്മേളനം 28-ന് നടക്കും. രാവിലെ 9-ന് കരുനാഗപ്പള്ളി ധീവരസഭ ഹാളിൽ CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ശ്രവണ ഭാഷണി ഡയറക്ടറി പ്രകാശനവും ബോധവൽക്കരണ ക്ലാസും കൊല്ലം ജില്ലാ സപ്ലൈ ഓഫീസർ GS ഗോപകുമാർ നിർവഹിക്കും. 18 റേഷൻ വ്യാപാരികൾ കരുനാഗപ്പള്ളി താലൂക്കിൽ 70 വയസ്സ് കഴിഞ്ഞത് 73 വയസ്സ് വരെയൊക്കെ ഉള്ളവർ 75 വയസ്സ് വരെയുള്ള ഉണ്ട്. അവരെ KTPDS ആക്ടും പ്രകാരം NFSA ആക്ടും പ്രകാരമല്ല ലൈസൻസ് എടുത്തത്. KTPDS ആക്ടും പ്രകാരവും KRO പ്രകാരവും രണ്ട് രീതിയിലാണ്. KROയിൽ പറഞ്ഞ വ്യവസ്ഥ പ്രകാരം ചെയ്ത ആളുകൾക്ക് പ്രായപരിധി ഇല്ലാതെ കച്ചവടം ചെയ്യാവുന്നതാണ്. കരുനാഗപ്പള്ളി താലൂക്ക് സപ്ലൈ ഓഫീസർ PC അനിൽകുമാർ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്യും. KB ബിജു ചികിത്സാ ധനസഹായം വിതരണം ചെയ്യും. V ശശിധരൻ അധ്യക്ഷത വഹിക്കുമെന്ന് ഭാരവാഹികളായ സനിൽകുമാർ, കളരിക്കൽ ജയപ്രകാശ്, M വേണുഗോപാൽ, R സുകുമാരൻ നായർ, MK മജീദ്, തോമസ് ജോൺ കുറിച്ചിയിൽ, ജമാൽ കോട്ടപ്പുറത്ത്, വിജയലക്ഷ്മി, PK വിക്രമൻ, ഷൈല കാർലോസ്, AK ആനന്ദകുമാർ എന്നിവർ അറിയിച്ചു. 2018 ഈ പോസ്റ്റ് കരുനാഗപ്പള്ളി ഉദ്ഘാടനം ചെയ്തപ്പോൾ ബഹുമാനീയ മുഖ്യമന്ത്രി പറഞ്ഞത് ഇതിപ്പോൾ ഒരു ശിശുവാണ്, നടക്കുമ്പോൾ മറിഞ്ഞു വീഴുകയും ഒക്കെ ഇടുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം ഞങ്ങൾക്കും അറിയത്തില്ല, നിങ്ങൾക്കും അറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഇപ്പം സഹകരിക്കുക. ഇത് കഴിഞ്ഞ് ഒരു 6 മാസത്തിനകം പ്രശ്നം പരിഹരിക്കുക. 5 നയ പൈസ ഇതുവരെ കൂട്ടിയിട്ടില്ല. ഞങ്ങൾ വീണ്ടും 1-ാം തീയതി സംയുക്തമായിട്ട് സമരം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നതാണ്. അപ്പോഴാണ് വീണ്ടും അത് സംഘടനാ നേതാക്കളെ വിളിച്ച് അടുത്ത മാസം ഇതിന് പരിഹാരം കാണാം എന്ന് പറഞ്ഞിരിക്കുക. പക്ഷേ നടക്കുമോ എന്നെനിക്ക് തോന്നുന്നില്ല. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.